ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം വചനം. ഗലാത്യർ 3:13. മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ആമേൻ. ജീസസ് ക്രൈസ്റ്റ് വാസ് മെയ്ഡ് സിൻ ഫോർ us. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ ക്രിസ്തു വിലയ്ക്ക് വാങ്ങി. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ശാപമായി തീർന്നു. യേശു നമുക്കാக ശാപമാனார். The Bible says Jesus was made a curse. Christ Jesus was made a curse. നിങ്ങളും ഞാനും അനുഭവിക്കേണ്ട ആ സ്ഥാനത്ത് പാപം, ഭാരം, ക്രോധം, ശാപം, രോഗം, ഇതെല്ലാം അവൻ ഒറ്റയ്ക്ക് തൻ്റെ തോളിൽ ഏറ്റ്. ആമേൻ. ഐസയ 53:6. The Bible says പിതാ തൻ്റെ ഏകജാതൻ ക്രിസ്തുവിൻ്റെ തോളിൽ ഭൂമിയിലുള്ള സർവ്വ ആളുകളുടെ അതിക്രമവും ചുമത്തി. ആമേൻ, ആമേൻ. സങ്കീർത്തനം 55:22 നമ്മ പഠിപ്പിക്കുന്ന ഭൂമിയിലുള്ള സർവ്വ ആളുകളുടെ ഭാരവും യേശുവിൻ്റെ തോളിലായി. ഐസിയ പ്രവാചകൻ എഴുതുന്നു, നമ്മുടെ അക്രമം, നമ്മുടെ പാപം ആ ഒറ്റ മനുഷ്യൻ, ഒറ്റ ക്രിസ്തുവിൻ്റെ തോളിൽ പിതാ ചുമത്തി. സ്വന്തം അമ്മ മക്കളുടെ ശാപം ചുമക്കുവാൻ കഴിയുകയില്ല. സ്വന്തം അപ്പനാൽ മക്കളുടെ ഭാരം ചുമക്കുവാൻ കഴിയുകയില്ല. ഉൽപ്പത്തി 23:17 The Bible says Mother Rebecca encouraged his beloved son Jacob. ധൈര്യം നൽകി, മക്കളെ ഞാൻ നോക്കിക്കൊള്ളാം. ഉപായത്താൽ യാക്കോബ് അണ്ണന് ചതിച്ച്, യാക്കോബ് അത് ചെയ്യുവാൻ ആദ്യം ഭയപ്പെട്ട് കള്ളം വെളിച്ചത്തിലായി അനുഗ്രഹത്തിന് പകരം ശാപം കിട്ടിയാലോ, അമ്മ പറഞ്ഞ് ഐ വിൽ ടേക്ക് കെയർ, ഡോണ്ട് ഫിയർ, ഐ വിൽ ടേക്ക് കെയർ, ലെറ്റ് ദ കർസ് കം അപ്പോൺ മൈ സോൾജർ. ആ ശാപം എൻ്റെ മേൽ വരട്ടെ. ഉൽപ്പത്തി 23:17 തൻ്റെ മോൻ്റെ ശാപം അമ്മ പറഞ്ഞ് ഞാൻ ഏറ്റുകൊള്ളാം. പക്ഷേ സമയത്ത് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന അമ്മ റെബേക്ക ഒഴിഞ്ഞു മാറി.
ഷീ കുഡ് നോട്ട്. ആ ശാപം ഏറ്റുവാങ്ങുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. ആ സ്ഥാനത്ത് സഹോദരങ്ങളെ ഒന്നുകൂടെ ഓർക്കുക, എൻ്റെ ശാപമെല്ലാം ഏറ്റുവാങ്ങിയവൻ, എൻ്റെ അതിക്രമമെല്ലാം തൻ്റെ ചോളിൽ ഒറ്റയ്ക്ക് വഹിച്ച ഒരു യേശു. He was made a curse. ഒരുത്തൻ്റെ അടിപ്പിണരാൽ എല്ലാവർക്കും രോഗശവിക്കാം. ആമേൻ. ഒരുത്തൻ ശപിക്കപ്പെട്ടതാൽ എല്ലാവർക്കും അനുഗ്രഹം. ഒരുത്തൻ അപമാനപ്പെടുത്തപ്പെട്ടതാൽ എല്ലാവർക്കും മാനം. ഒരുവൻ അന്ന് ക്രൂസിൽ മരിച്ചതാൽ എല്ലാ ആളുകൾക്കും നിത്യ ജീവൻ. മറക്കരുതേ, അതാണ് ദൈവത്തിൻ്റെ മനസ്സ്. ദ മൈൻഡ് ഓഫ് ഗാഡ്, ദ മൈൻഡ് ഓഫ് ഗാഡ്. 2 പത്രോസ് 3:9, മത്തായി സുവിശേഷം 18:14, 1 തിമോഥീസ് 2:4, not even a single soul be lost. ഒരു ആത്മാവ് പോലും ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകരുതേ. അതാണ് ക്രിസ്തുവിൻ്റെ മനസ്സ്, അതാണ് ദൈവത്തിൻ്റെ മനസ്സ്, അതാണ് യഹോവ ദൈവത്തിൻ്റെ മനസ്സ്, അതാണ് പിതാവിൻ്റെ മനസ്സ്, അതാണ് ത്രിയേക ദൈവത്തിൻ്റെ മനസ്സ്. എല്ലാവരും രക്ഷിക്കപ്പെടണം. മത്തായി 18:14, 1 തിമോഥീസ് 2:4, 2 പത്രോസ് 3:9 പ്രകാരം ഒരാൾ പോലും നാശത്തിൽ പോകരുത്. നമ്പർ 1. രണ്ടാമത്, ഒരാൾ പോലും നരകത്തിൽ പോകരുത്. ആമേൻ. പോരാ, നരകം ക്രൂരം. മത്തായി സുവിശേഷം 25:41 നമ്മ പഠിപ്പിക്കുന്നത് അതാണ്. ഒരാൾ പോലും നരകത്തിൽ പോകരുത്, എല്ലാ ആളുകളും സ്വർഗത്തിൽ വരണം. ഇതാണ് ദൈവത്തിൻ്റെ മനസ്സ്. ഒരു വ്യക്തി പോലും നശിച്ചു പോകരുത്, അതാണ് ദൈവത്തിൻ്റെ മനസ്സ്. മത്തായി സുവിശേഷം 14:14 നമ്മ പഠിപ്പിക്കുന്നു. When Jesus Christ saw the multitude, the Bible says, in first Jesus was moved with compassion and then healed all. ഇടയനില്ലാ ആടുകളെ പോലെ കിടക്കുന്ന ജനസമൂഹത്തെ യേശു കണ്ടപ്പോൾ ആദ്യം അവൻ മനസ്സലിഞ്ഞ്, പിന്നെ അവൻ എല്ലാരെയും സൗഖ്യമാക്കി. എല്ലാവർക്കു വേണ്ടി ജനിച്ചവൻ, എല്ലാവർക്കു വേണ്ടി മരിച്ചവൻ, എല്ലാരെയും ജീവിപ്പിക്കുന്നവൻ, എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നവൻ. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 10-ാം വചനത്തിൻ പ്രകാരം, 2 കൊരിന്ത്യർ 5-ാം അധ്യായം 14 പ്രകാരം, 1 തിമോഥെയോസ് 6-ാം അധ്യായം 14 പ്രകാരം, അപ്പോസ്തല പ്രവൃത്തികൾ 17:25 ഞാൻ ആവർത്തിക്കുന്നു. ദൈവജനം ശ്രദ്ധിക്കണമേ. ഇവൻ ഒരു മതത്തിനു ഉള്ളവനല്ല, ഇവൻ 10 ദൈവങ്ങളിൽ ഒരു ദൈവമല്ല, ഇവൻ ഒരു ജാതിക്കുള്ളവനല്ല, ഇവൻ 10 പള്ളിക്കാർക്കുള്ളവനല്ല. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, ഇവൻ ഒരു തച്ചന്റെ മകനായി എല്ലാവർക്കു വേണ്ടി ജനിച്ച്, എല്ലാവർക്കു വേണ്ടി മരിച്ച്, എല്ലാരെയും ജീവിപ്പിക്കുന്ന ദൈവം, എല്ലാവർക്കും എല്ലാം നൽകുന്നവൻ. ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകരുത്, ഒരാൾ പോലും രക്ഷിക്കപ്പെടാതിരിക്കരുത്, ഒരു ആത്മാവ് പോലും നരകത്തിൽ പോകരുത്, ഒരാൾ പോലും രോഗസൗഖ്യം പ്രാപിക്കാതിരിക്കരുത്. ആമേൻ, 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 ആമേൻ. All should be healed. എല്ലാവരും സൗഖ്യം പ്രാപിക്കണം. അവസാനം ഒരാൾ പോലും ശാപത്തിൽ ജീവിക്കരുത്. ഉൽപ്പത്തി പുസ്തകം 1:27
മത്തായി സുവിശേഷം 24:50. എൻ്റെ ദൈവത്തിൻ്റെ ഒരു പ്രധാന കർത്തവ്യം അവൻ എല്ലാവരെയും അനുഗ്രഹിച്ചു. അവൻ എല്ലാവരെയും അനുഗ്രഹിച്ചു. കണ്ട എല്ലാവരെയും അനുഗ്രഹിച്ചു. ആദ്യം അവൻ അനുഗ്രഹിച്ചു. അവസാനം സ്വർഗാരോഹണം ചെയ്യും മുമ്പും യേശു തൻ്റെ ശിഷ്യന്മാരെ ബഥാനി പട്ടണം വരെ കൊണ്ടുപോയി തൻ്റെ കരം ഉയർത്തി അവരെ അനുഗ്രഹിച്ചിട്ട് സ്വർഗത്തിൽ കയറിപ്പോയി. ആ യേശു ഇവിടെ ഉണ്ട്. സഹോദരി, സഹോദര, ആർ യു ക്രസ്ഡ് ബിക്കോസ് ഓഫ് സിൻ, ബിക്കോസ് ഓഫ് കർസ്? ശാപം മുഖാന്തരം തകർന്ന് പഞ്ചറായ ടയറിനെ പോലെയാണോ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്? നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദൈവം ഇവിടെ ഉണ്ട്. നിന്നെ ചുറ്റും അഗ്നി വലയമുണ്ട്, അഗ്നി കോട്ട ഉണ്ട്. നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം, എന്നെ അനുഗ്രഹിച്ചവൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന്. നിന്റെ ശാപക്കെട്ടുകൾ ഇന്ന് തൂൾ തൂളാകും. ശാപചങ്കലകൾ തകർന്നു വീഴും, അഴിഞ്ഞു വീഴും. ഒരാൾ പോലും ആ ശാപക്കെട്ടുമായി മടങ്ങിപ്പോകേണ്ട ആവശ്യമേ വരികയില്ല. പിന്നെ എന്തുകൊണ്ട് ഭൂമിയിൽ ശാപം? ഒരേ ഒരു കാരണം, അത് ദൈവം നിമിത്തമല്ല, മനുഷ്യ നിന്നിമിത്തമാണ്. ആമേൻ. ബൈബിൾ ഈസ് സോ ക്ലിയർ. ഉൽപ്പത്തി 3:17 എല്ലാ സ്വാതന്ത്ര്യവും ആദാം എന്നുള്ള ഒറ്റ മനുഷ്യന് സ്നേഹസ്വരൂപനായ ദൈവം ഔദാര്യമായി നൽകിയിട്ട് ഒരേ ഒരു കൽപ്പന നൽകി, ഇത് നീ അനുസരിക്കണം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവൻ അനുസരണക്കേട് കാണിച്ചു. നീതിമാനായ ദൈവം തൻ്റെ ഉള്ളു തുറന്ന് ശപിച്ചു. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി 3:18 മനുഷ്യ, നിൻ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് മീ, ഐ ആം എ ബ്ലെസ്സിങ് ഗാഡ്. എൻ നിമിത്തമല്ല, ദൈവം നിമിത്തമല്ല, മനുഷ്യൻ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. ഒരുത്തൻ്റെ അടിപ്പിണരാൽ എല്ലാവർക്കും ശപിക്കാം. ഒരുത്തൻ സഹിച്ച അപമാനത്താൽ എല്ലാവർക്കും മാനം. ഒരുത്തൻ താഴ്ത്തപ്പെട്ടത് കൊണ്ട് എല്ലാവരും ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഉയർച്ച പ്രാപിക്കുന്നു. ഒരുത്തൻ മരണം രുചിച്ചത് കൊണ്ട് നിങ്ങൾക്കും എനിക്കും മുമ്പിൽ നിത്യ ജീവന്റെ മാർഗം പിതാ തുറന്നു തന്ന്. ആമേൻ, ഹല്ലേലൂയ. തിരുക്കരങ്ങൾ താരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പടരുകില്ല. ആ തിരുക്കരങ്ങൾ താരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പടരുകില്ല. മക്കളെങ്കിൽ ശാസനകൾ, മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തെ പ്രകാശനങ്ങൾ, സ്നേഹത്തിൻ പ്രകാശനങ്ങൾ. ആമേനാനുഗ്രഹത്തെ അടിപടിയേ ആനന്ദ കൃപ പേരും നാടിയേ. ആമേനാനുഗ്രഹത്തെ അടിപടിയേ. T 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 ഫയർ ഫയർ. ശാപക്കെട്ടുകളെ തകർക്കുന്ന ഉയരത്തിലെ തീ, ഉയരത്തിലെ തീ. അവനെ ഓർത്തുകൊള്ളുക, ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. നമുക്ക് വേണ്ടി ക്രൂസിൽ ശാപമായി തീർന്ന് യേശുവിനെ മാത്രം ഓർത്തുകൊള്ളുക. മറക്കരുതേ, മറക്കരുതേ. നാം എല്ലാവരുടെയും അതിക്രമം
പിതാവാം ദൈവം ആ ഒറ്റ ക്രിസ്തുവിന്റെ ചുമലിൽ ചാർത്തി. ആമേൻ, ആമേൻ. നമ്മുടെ ശാപം ക്രൂസിൽ അവൻ വിലയ്ക്ക് വാങ്ങി. നീ അനുഗ്രഹിക്കപ്പെടുവാൻ, ഞാൻ അനുഗ്രഹിക്കപ്പെടുവാൻ. ഒന്നാമത് ആവർത്തനം 27:15 വചനം. ആവർത്തനം 27:15. യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെയും, ആമേൻ, യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെയും കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ ചുമക്കുന്ന ശാപത്തിൻ്റെ കാരണം എന്താണ്? ഇതിന് വിമോചനം ലഭിക്കുവാൻ എന്താണ് മാർഗം എന്ന് നാം അല്പം വചനത്തിൽ നിന്ന് ധ്യാനിച്ചു. ഇന്ന് നാം ഉയർച്ചയുടെ സ്റ്റെപ്പിൽ നാം ചവിട്ടിക്കേറാൻ പോകുന്ന യേശുവിൻ നാമത്തിൽ. Why curse? ആദ്യ കാരണം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, യഹോവയ്ക്ക് അറപ്പായ വിഗ്രഹത്തെ മനുഷ്യ നീ നിർമ്മിച്ചാൽ നീ ശപിക്കപ്പെട്ടവൻ. നിർമ്മിച്ചത് നീ പ്രതിഷ്ഠിച്ചാൽ പ്രധാനമന്ത്രിയായാലും നീ ശപിക്കപ്പെട്ടവൻ. നീ പ്രതിഷ്ഠാൽ, അത് നമസ്കരിച്ചാൽ, പ്രതിഷ്ഠിതനെ നമസ്കരിച്ചാൽ നീ ശപിക്കപ്പെട്ടവൻ. നമസ്കരിച്ചതിനെ നീ സേവിച്ചാൽ നീ ശപിക്കപ്പെട്ടവൻ. ആമേൻ, ഹല്ലേലൂയ. കാരണം ദൈവം ഒരു വിഗ്രഹമല്ല, ദൈവം സർവശക്തൻ. ദൈവത്തിന് എല്ലാം കഴിയും. ജെറേമിയ 32:17, ജെറേമിയ 32:27, ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനത്തിൽ, ഉൽപ്പത്തി പുസ്തകം 18:14. All powerful, all powerful. ദൈവത്തിന് എല്ലാം കഴിയും, വിഗ്രഹത്തിന് ഒന്നും കഴിയുകയില്ല. ആകയാൽ ഇത് നിർമ്മിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, സ്ഥാപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, നമസ്കരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, സേവിക്കുന്നവനും ശപിക്കപ്പെട്ടവൻ. രണ്ടാമത്, ദൈവത്തിന് എല്ലാം അറിയാം. 1 യോഹന്നാൻ 3:20, വിഗ്രഹത്തിനോ ഒന്നും അറിഞ്ഞുകൂടാ. ജെറേമിയ പ്രവാചകൻ എഴുതുന്നു 10:8, an idol, it is fool, it is a fool. അവന് ഒന്നും അറിഞ്ഞുകൂടാ. ഭോഷനായ വിഗ്രഹം. ദൈവത്തിന് എല്ലാം അറിയാം. ദൈവത്തിന്റെ മൂന്നാമത്തെ സ്വഭാവം സങ്കീർത്തനം 139:7, അവൻ സർവവ്യാപി. അവനെ ഒളിച്ച് നീ എവിടെ ഓടും? Is all everywhere present God. സർവവ്യാപി. ദൈവം സർവവ്യാപി. വിഗ്രഹമോ വച്ച സ്ഥലത്തിരിക്കും. ആമേൻ, ഹല്ലേലൂയ. ആകയാൽ നിർമ്മിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, ദൈവത്തിന് അറപ്പായ വിഗ്രഹം പൂജിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, സേവിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. നാലാമത്, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ദൈവമോ, വെളിപ്പാട് പുസ്തകം 4:11 വചനം നമ്മെ പഠിപ്പിക്കുന്ന സർവത്തിൻ്റെയും നിർമ്മാതാവ് ദൈവം. ആമേൻ. വിഗ്രഹമോ ഇതിനെ നിർമ്മിച്ചത് വേറെ ഒരുവൻ, ഒരു കൊത്തൻ, ഒരു മേസ്ത്രി. അത് ദൈവത്തിന് അറപ്പ്. ആകയാൽ വിഗ്രഹത്തിൻ്റെ മുഖം പോലും നീ നോക്കരുത്. എന്നാൽ നീ ശപിക്കപ്പെട്ടവൻ. അവസാനം ഒരു മർമ്മമുണ്ട്.
ദൈവം വിഗ്രഹമല്ല, ദൈവം ആത്മാവാകുന്നു. സ്തോത്രം വരുന്നില്ല. ഗോഡ് ഈസ് സ്പിരിറ്റ്. കർത്താവ് ആത്മാവാകുന്നു. യോഹന്നാൻ 4:24 സങ്കീർത്തനക്കാരൻ എഴുതുന്നു, ദൈവമേ നീ തന്നെ എൻ്റെ ദൈവം. വാ തുറന്ന് പറയുവാൻ കഴിയുന്നുണ്ടോ? യേശുവേ നീ തന്നെ എൻ്റെ ദൈവം. ഞാൻ വേറെ ആരുടെ അടുക്കൽ പോകും? നീ തന്നെ എൻ്റെ ദൈവം. മറൂപമലയിൻ കൊടുമുടിയിൽ പ്രവാചകൻ എലൈജ, പ്രവാചകൻ മോശെ, നടുവിൽ സാക്ഷാൽ ദൈവപുത്രൻ ക്രിസ്തു. The Bible says Peter, chief apostle, unknowingly declared, Father God, if you agree, I shall put 3 tents. മത്തായി 17:4 ഞാൻ 3 കുടിലുണ്ടാക്കട്ടെ, ഞാൻ 3 കൂടാരമടിക്കട്ടെ. ഒന്നിൽ അധികം കൂടാരം നീ അടിച്ചു കളയരുത്, അതെല്ലാം വിഗ്രഹമാണ്. ഒറ്റ കൂടാരം യേശുവിന് മാത്രം. ഇത് കേട്ടപ്പോൾ സ്വർഗം ഒരു വിധി കൽപ്പിച്ചു. പീറ്റർ, യു ആർ റോങ്ങിങ്, യു ആർ മിസ്റ്റേക്കൻ. തെറ്റിപ്പോയി പീറ്റർ, തെറ്റിപ്പോയി. അടുത്ത വചനം നാം വായിച്ചു നോക്കണം. സ്വർഗത്തിൽ ഒരു വിധി പുറപ്പെട്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കാം. മേഘ നിഴൽ അപ്രത്യക്ഷമായി അവിടെ നിന്നത് എലൈജ അല്ല, മോശയല്ല, പ്രവാചകനല്ല, മനുഷ്യ ഉപദേശമല്ല. അവിടെ നിന്നത് യേശു മാത്രം. Jesus alone stood there. ആ യേശുവിനെ മാത്രം നോക്കുക. അറപ്പായ വിഗ്രഹം നോക്കരുത്, സേവിക്കരുത്, പൂജിക്കരുത്, സ്ഥാപിക്കരുത്. God cannot tolerate. God cannot tolerate. ഏൽപ്പിച്ചു കൊടുത്താട്ടെ, തമ്പുരാന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അവൻ വലിയവനല്ല, അവൻ ഏറ്റവും വലിയവൻ. സങ്കീർത്തനം 104:1 അവൻ ഏറ്റവും വലിയവൻ. രണ്ടാമത് ശാപത്തിൻ്റെ കാരണം ആവർത്തനം 28:2 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, നീ കേൾക്കുന്ന ദൈവശബ്ദം, it is not the preaching of Sundar Singh, it comes from heaven, vected by the power of Holy Spirit, is the voice of God. ഒരു പ്രസംഗിയുടെ പ്രസംഗമല്ല ദൈവജനം ഈ പ്രബോധത്തിൽ കേൾക്കുന്നത്. സ്വർഗം നിന്നോട് അരുളി ചെയ്യുന്നു. ഇത് കേട്ടതോട് വിട്ട് കളയരുത്. കേട്ടത് ആവർത്തനം 28:2 കേട്ടത് അതുപോലെ അനുസരിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും. റീഡ് ഇറ്റ് ഇൻ ദ ബൈബിൾ. ആവർത്തനം 28:2 അതിൻ്റെ അർത്ഥം, ഇത് കേട്ട് അനുസരിക്കാതിരുന്നാൽ നീ ശപിക്കപ്പെടും. കേട്ട് വിടുന്നവർ ഉണ്ട്, ഇങ്ങനെ വിട്ടുകളയുന്നവർ ഉണ്ട്. കേട്ട് അനുസരിക്കാതിരിക്കുന്ന ആളുകൾ ഉണ്ട്. ഇതെല്ലാം ശാപമാണ്. മൂന്നാമത്, കേൾക്കും പക്ഷെ ചെയ്യുന്നത് അതിന് നേർ എതിരായി, ഡബിൾ ശാപം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സഹോദരങ്ങളെ, തൻ്റെ സ്വന്തം രക്തം ക്രൂസിൽ ചൊരിഞ്ഞ് വീണ്ടെടുത്ത അപ്പൻ്റെ ദയ, സ്നേഹം മറക്കരുത്. അവൻ്റെ വായിൽ നിന്ന് കേട്ടത് അതുപോലെ അനുസരിക്കുക. 1000 തലമുറ അനുഗ്രഹിക്കപ്പെടും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്, ബൈബിളിൽ ഒരു പ്രമാണമുണ്ട്. വായ്പ വാങ്ങിയാൽ അത് മടക്കി കൊടുക്കണം. കൊടുക്കാത്തവൻ സങ്കീർത്തനം 37:21 ദുഷ്ടൻ.
ഇത് അനുഗ്രഹം പ്രാപിപ്പാൻ അടിസ്ഥാനമായി ദൈവം എഴുതി വെച്ച ചില തത്വ ചിന്തകൾ. ഇഫ് യു ബാറോ ഇറ്റ് ഷുഡ് ബി റിട്ടേൺഡ്, അതർവൈസ് യു ആർ എ വിക്കഡ് മാൻ. സങ്കീർത്തനം 37:21. ഇത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. ഇനി മനുഷ്യനും ദൈവം തമ്മിലുള്ള ബന്ധം. 2 ദിനവൃത്താന്തം 32:25 ഹെസക്കിയ രാജാവ് ദൈവസന്നിധിയിൽ നിന്ന് സഹായം പ്രാപിച്ചു. അത് അവൻ ദൈവത്തിന് മടക്കി കൊടുത്തില്ല. അവൻ ശപിക്കപ്പെട്ടു. ആമേൻ. മനുഷ്യന്റെ അടുക്കൽ നിന്ന് വാങ്ങിയത് മനുഷ്യന് മടക്കി കൊടുക്കാത്തവൻ ദുഷ്ടൻ. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് നീ വാങ്ങിയത് അത് മടക്കി കൊടുക്കാതിരുന്നാൽ ദൈവം തന്ന ആയുസ് സുവിശേഷത്തിന് നൽകുക, ദൈവം തന്ന ആരോഗ്യം സുവിശേഷത്തിന് നൽകുക, ദൈവം തന്ന സമ്പത്ത് സുവിശേഷത്തിന് നൽകുക, ദൈവം തന്ന മക്കള് സുവിശേഷത്തിന് നൽകുക. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നൽകാതിരുന്നാൽ ഹെസക്കിയാവുടെ പിൻകാലം മുൻകാലത്ത് കാൾ ഡൗൺ 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 ഡൗൺ, ബ്ലെസ്സിംഗ് ശാപമായി മാറി. നീ ശപിക്കപ്പെട്ടവൻ. ഓരോ വിഷയം പ്രാർത്ഥിക്കുമ്പോഴും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നേർച്ച നേർന്ന് പ്രാർത്ഥിക്കണം. നേർച്ച നേർന്നാലല്ലേ മടക്കി കൊടുക്കേണ്ടത്? അല്ല, നോ. സങ്കീർത്തനക്കാരൻ 78-ാം സങ്കീർത്തനത്തിൽ എഴുതുന്നു, നേരുകയും നിവർത്തിക്കുകയും, നേരുകയും നിവർത്തിക്കുകയും, നേരുകയും ദൈവസന്നിധിയിൽ നിവർത്തിക്കുകയും ചെയ്യണം. നേർന്നത് അതുപോലെ മടക്കി കൊടുക്കണം. ഇറക്കിற കിണറ് ഊറും, ഇറക്കാത്ത കിണറ് നാറും. സഭാപ്രസംഗി 11:1 നമ്മെ പഠിപ്പിക്കുന്നു, നിന്റെ അപ്പത്ത് വെള്ളത്തിന്മേൽ എറിയുക, അത് നിനക്ക് കണിശമായി മടക്കി ഒരു നാൾ കിട്ടും. ആമേൻ, ഹല്ലേലൂയ. 2 മർമ്മങ്ങൾ നാം ധ്യാനിച്ചു. 3-ാമത്, നീ അനുഗ്രഹിക്കപ്പെടണമോ, കുറുക്കു മാർഗത്തിൽ, ക്രിസ്തീയ മാർഗത്തിൽ അനുഗ്രഹത്തിന്റെ ചുവടുകൾ ഇല്ലവേ ഇല്ല. There is no shortcut for blessing. There is no shortcut for blessing. നേരായ മാർഗം. എൻ്റെ ദൈവത്തിൻ്റെ പ്രധാന പണി തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നതാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താൻ യേശുവിൻ്റെ മലയുടെ ഉച്ചിയിൽ കൊണ്ടുപോയി. And he showed all the countries and regions and its glory. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, മലയുടെ ഉച്ചിയിൽ യേശുവിന് സാത്താൻ കൊണ്ടുപോയി വിട്ടിട്ട് സർവഭൂമിയിലുള്ള രാജ്യങ്ങളെയും മഹത്വത്തെയും, മത്തായി സുവിശേഷം 4-ാം അധ്യായം 8-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നു, കാണിച്ചിട്ട് പറഞ്ഞ്, യേശുവേ, ഇത് ഒക്കെയും ഞാൻ നിനക്ക് തരും, നീ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ കാലിൽ വീണ് നമസ്കരിക്കണം. ഷോർട്ട്കട്ട്, ഷോർട്ട്കട്ട്. ഇവിടെ വന്നാൽ ഉപവസിക്കണം, ഇവിടെ വന്നാൽ വചനം ശ്രദ്ധിക്കണം, ഇവിടെ വന്നാൽ ബൈബിൾ കൊണ്ടുവരണം, ഇവിടെ വന്നാൽ കള്ളു കുടിക്കാൻ പറ്റത്തില്ല, വേശിത്തനം കാണിക്കാൻ പറ്റത്തില്ല, വിഗ്രഹം ചുംബിക്കാൻ പറ്റത്തില്ല, കൈക്കൂലി വാങ്ങാൻ പറ്റത്തില്ല, അതിക്രമം കാണിക്കാൻ പറ്റത്തില്ല, അനീതി കാണിക്കാൻ പറ്റത്തില്ല. അവിടെ അങ്ങനെയല്ലല്ലോ. വെട്ടിക്കാടും കുരിശുമലയും കൊച്ചടത്തുവായും കുരുവായൂരും അങ്ങനെ അല്ലല്ലോ. അവിടെ ഒരു കറക്കം കറങ്ങിയാൽ മതി, ഒരു കറക്കം കറങ്ങിയാൽ മതി. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നിനക്ക് കുറുക്കു മാർഗത്തിൽ ദൈവം അനുഗ്രഹം വച്ചിട്ടില്ല. നീൽ ഡൗൺ, എൻ്റെ മുമ്പിൽ നീ മുട്ടുമടക്കുക, സാത്താൻ്റെ മുമ്പിൽ മുട്ടുമടക്കുക, എല്ലാം തരും. അനുഗ്രഹത്തിൻ്റെ ഒറ്റ മാർഗം യേശുവിൽ കൂടി മാത്രം. ആമേൻ. വാ തുറക്കുന്നില്ല, സ്തോത്രം ഉയരുന്നില്ല. വചനം കേൾക്കണമോ?
കേട്ട വചനം ഉള്ളിൽ നീ സംഗ്രഹിക്കണം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ജനം തെറ്റിപ്പോകുന്നു. You are not preserving the word of God inside your heart. നിന്റെ ഉള്ളിൽ മനുഷ്യോപദേശം, വിഗ്രഹ ഉപദേശം, മാന്ത്രിക ഉപദേശം, ലോകം പോകുന്ന പോക്കിൽ നീ ഓടുന്നു. മത്തായി 22:29, മർക്കോസ് 12:24 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, people are misunderstood because they do not know the word of God. ജനം തെറ്റിപ്പോകുന്നു, കാരണം വചനം അവരുടെ ഉള്ളിലില്ല, ബൈബിൾ അവരുടെ ഉള്ളിലില്ല, ദൈവശബ്ദം അവരുടെ ഉള്ളിലില്ല. അവിടെ മുമ്പിൽ നിൽക്കുന്നത് ഒക്കെ 3 അടി വിഗ്രഹം. ദൈവം അരുളി ചെയ്യുന്നു, സദൃശവാക്യം 10-ാം അധ്യായം 22-ാം വചനത്തിൽ, സദൃശവാക്യം 10:22 യഹോവയുടെ അനുഗ്രഹത്താൽ നിനക്ക് സമ്പത്തുണ്ടാകുന്നു. വേറെ വല്ലതും എഴുതിയിട്ടുണ്ടോ ബൈബിളിൽ? വേറെ എന്തെങ്കിലും കാര്യം എഴുതിയിട്ടുണ്ടോ? ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലാണ് നിന്റെ പേഴ്സ് നിറയുന്നത്, നിന്റെ ബാങ്ക് ബാലൻസ് നിറയുന്നത്, നീ അനുഗ്രഹിക്കപ്പെടുന്നത് പിതാവിൻ്റെ അനുഗ്രഹത്താൽ. യേശു മുഖാന്തരമുള്ള പിതാവിൻ്റെ അനുഗ്രഹം നിന്റെ സമ്പത്തിനെ വർദ്ധിപ്പിക്കും. രണ്ടാമത്, ഇവിടെ മാത്രമല്ല അനുഗ്രഹം, ഇത് ഒറ്റ അനുഗ്രഹം. മറുഭാഗത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന എഫേസ്യർ 1-ാം അധ്യായം 3-ാം വചനത്തിലെ പിതാവാം ദൈവം ക്രിസ്തു യേശു മുഖാന്തരം ദൈവ പൈതലേ, ദൈവം നിനക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ആത്മീയ അനുഗ്രഹമല്ല, ആത്മീയ അനുഗ്രഹങ്ങൾ. Read it. Read it in the Bible. Underline and read it. എഫേസ്യർ 1:3 ക്രിസ്തു മുഖാന്തരം പിതാവ് നിനക്ക് വച്ചിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ. പുറപ്പാട് 32:32 യഹോവ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രവാചകൻ മോശെ ഹൃദയം തകർന്ന് നിലവിളിക്കുന്നു, ഇവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിലും നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മാറ്റിക്കളയണമേ. അനുഗ്രഹം നമ്പർ 1, നീ ക്രിസ്തുവിലായാൽ നിന്റെ പേര് ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടോ ഇല്ലയോ, സ്വർഗത്തിലെ ജീവ പുസ്തകത്തിൽ എൻ്റെ ദൈവം യേശുവിൻ്റെ കെയർ ഓഫിൽ നിന്റെ പേര് ദൈവം എഴുതി ചേർക്കുന്നു. ആത്മീയ അനുഗ്രഹം 1. രണ്ടാമത്, യോഹന്നാൻ 14:2 വചനത്തിലെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. It is not mere a house, it's a dwelling place, dwelling estate. Dwelling estate, വാസസ്ഥലം. നിനക്കൊരു വാസസ്ഥലം, dwelling estate യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിൽ ഉണ്ട്. ഇവിടെ ദാരിദ്ര്യവാസിയായിരിക്കാം, യേശുവിന് പിടികൊടുത്താൽ നിന്റെ പേര് സ്വർഗത്തിൽ, നിനക്കൊരു വാസസ്ഥലം സ്വർഗത്തിൽ. ഫിലിപ്പിയർ 3:20 വചനത്തിൽ നിനക്കൊരു പൗരത്വം സ്വർഗത്തിൽ. 1 പത്രോസ് 1:5 വചനത്തിൽ നിനക്കൊരു അവകാശം സ്വർഗത്തിൽ. ഹല്ലേലൂയ. 4, ഇവിടെ കണ്ണടച്ചാൽ അടുത്ത സെക്കൻഡിൽ നീ യേശുവിൻ്റെ മടിയിൽ. ഫിലിപ്പിയർ 1:23 വിട്ട് പിരിഞ്ഞ് ക്രിസ്തുവിനോട് എൻ്റെ ജീവൻ, എൻ്റെ കൂടാരം എന്നുള്ള മൺപുര വിട്ടു പിരിഞ്ഞ് അമേരിക്കയിൽ എത്തിച്ചേരുവാൻ ഫാസ്റ്റസ്റ്റ് ഫ്ലൈയിങ് 16 മണിക്കൂർ, കുവൈറ്റ് എത്തിച്ചേരുവാൻ ഫാസ്റ്റസ്റ്റ് ഫ്ലൈയിങ് 8 മണിക്കൂർ, ബഹറിൽ എത്തിച്ചേരുവാൻ ഫാസ്റ്റസ്റ്റ് ഫ്ലൈയിങ് 4-5 മണിക്കൂർ. അങ്ങ് മനുഷ്യൻ്റെ ബുദ്ധിക്ക് എട്ടാത്ത സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ
split second. Split second. அது இயேசுவால் கழியும். இயேசுவால் கழியும். He is not an ordinary man, ordinary God. 10ൽ 1 ഇവൻ. നന്മ പ്രാപിച്ചവനും നന്മ പ്രാപിക്കാൻ പോകുന്നവനും വിട്ട് ഓടിയാൽ നിന്നെ മണ്ണിൽ എഴുതി വയ്ക്കും, പിടിച്ച് നിന്നാൽ നിന്നെ കർത്താവ് വിണ്ണിൽ എഴുതി വയ്ക്കും. ആകയാൽ അനുഗ്രഹം പ്രാപിക്കുവാൻ നമ്മുടെ ഉള്ളു വേമ്പൽ കൊള്ളണം. ആബ്രഹാം കുറുക്കുമാർഗത്തിൽ എൻ്റെ വീട്ടിൽ ജനിച്ച എലിയാസറാണോ എൻ്റെ അവകാശി? God amended his statement. തിരുത്തി എഴുതി കൊടുത്തു. അല്ല അല്ല, നിന്റെ ഉദരത്തിൽ ജനിച്ച ഇസഹാക്ക് നിന്റെ അവകാശി. കുറുക്കുമാർഗത്തിൽ അനുഗ്രഹം ഓടരുത്, ഓടരുത്. അനുഗ്രഹത്തിനായി ഓടരുത്. ആമേൻ. തിരുക്കരങ്ങൾ താരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പടരുകില്ല. ആ തിരുക്കരങ്ങൾ താരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പടരുകില്ല. മക്കളെങ്കിൽ ശാസനകൾ, മക്കളെങ്കിൽ ശാസനകൾ, സ്നേഹത്തിൻ പ്രകാശനങ്ങൾ, സ്നേഹത്തിൻ പ്രകാശനങ്ങൾ. ആമേൻ. അനുഗ്രഹത്തെ ആദിപതിയേ ആനന്ദ കൃപ പേരും നാടിയേ. വാട്ട് ഈസ് ദ ബെസ്റ്റ് ബ്ലെസ്സിംഗ്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ഏറ്റവും 1 നമ്പർ അനുഗ്രഹം ഏതാണ്? എസ്റ്റേറ്റോ, FDO, ഗസറ്റഡ് ഓഫീസറോ, IAS, IPS ഇതൊക്കെ ഉള്ളതാണ്. ദൈവം തൻ്റെ ജനത്തിന് നൽകും. ആബ്രഹാമിനെ നോക്കി മക്കളില്ലാതെ അവൻ വേമ്പൽ കൊള്ളുമ്പോൾ പറയും, ഉൽപ്പത്തി 18:19, ആബ്രഹാം നിന്റെ മക്കളോടും നിന്റെ പിൻതലമുറയോടും നിന്റെ മക്കളോടും നിന്റെ തലമുറയോടും നീതിയും ന്യായവും പ്രവർത്തിച്ച് യഹോവയുടെ വഴിയിൽ നടക്കുക. ആമേൻ. നീ അറിഞ്ഞ ഈ സത്യ ദൈവം നിന്റെ അടുത്ത തലമുറയ്ക്ക് കൈമാറുക. അതാണ് അനുഗ്രഹം. ആമേൻ. നിനക്ക് അടുത്ത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിലും ജീവനില്ല, മുഖമുമില്ല, ഹാർട്ട് ബീറ്റുമില്ല. ഇറ്റ് ഈസ് ബെറ്റർ ടു അബോർട്ട് ദ ചൈൽഡ്. ഈ കുഞ്ഞിനെ നീക്കിക്കളയുക. അങ്ങനെ വിധി എഴുതപ്പെട്ട അഭിഷേക് അവനെന്ന് ഒരു പാട്ടുപാടി, എനിക്ക് കാണാതെ പാടാൻ പറ്റത്തില്ല, ഇത്ര വയസ്സായിട്ടും അവൻ ഒരക്ഷരം നോക്കിയില്ല. അവൻ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു. കൂലിക്കാരൻ്റെ മോൻ്റെ മോൻ. ദൈവമുണ്ടെങ്കിൽ എല്ലാമുണ്ട്. ദൈവം ഇല്ല എങ്കിൽ ഒന്നുമില്ല. എനിക്ക് സന്തോഷമാണ്. അതിലല്ല സന്തോഷം. അവൻ ക്രിസ്തുവിൽ ഒരു അനുഭവത്തിൽ ബൈബിളുമായി നടക്കുമ്പോഴാണ് സന്തോഷം. ആമേൻ. ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ആബ്രഹാം, it is good that you are my friend. It is not a blessing. It is not only a blessing. കർത്താവ് അരുളി ചെയ്യുന്ന, നിന്റെ തലമുറ നിന്റെ അടിപറ്റണം. നിന്റെ തലമുറ നിന്നെ പോലെ എന്നെ സേവിക്കണം. God commanded Captain Joshua, pluck out tall pillars in the deep Jordan and plant in the village by name Gilgal. 12 കല്ലുകൾ ജോർദാന്റെ മണ്ണിൽ നിന്ന് പിഴുതെടുത്ത് ഗിൽഗാലിൽ നട്ടുവയ്ക്കുക.
Why? എന്തുകൊണ്ട്? അടുത്ത തലമുറ ഇത് കാണണം. നീ അനുഭവിച്ച തലമുറ കാണണം. ഒരു 40 ആണ്ടുകൾക്ക് മുമ്പ് ഒരു വിധവ സ്ത്രീയെ ക്യാൻസർ പിടിച്ച് അഴുകി നാറി. ക്യാൻസർ എന്ന് തെളിഞ്ഞപ്പോൾ 2-3 പെൺമക്കള് മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ ഉപേക്ഷിച്ചിട്ട് ഭർത്താവ് നാടുവിട്ട് ഇവൾ അനാഥയായി. പെരിങ്ങമല CSIക്ക് സമീപം പാർക്കുന്ന ഒരു പ്രസിന്റെ ഉടമസ്ഥൻ ചുമന്ന് രാത്രി എൻ്റെ വീട്ടിൻ്റെ വരാന്തയിൽ ഇറക്കി വെച്ച് ഡെഡ് ബോഡി 7 മരണത്തെയും അതിജീവിച്ച് പുനർജനനം നൽകി പുതു ചാപ്റ്റർ നൽകുന്ന എൻ്റെ ദൈവം ക്രിസ്തു. If you really cry before him, he cannot bypass. ശരിക്കും നിന്റെ ഉള്ളു യേശുവിന് കൊടുത്ത് നിലവിളിച്ചാൽ നിന്റെ കണ്ണീർ കടന്നവൻ പോവുകയില്ല. യേശുവേ എന്ന് നിലവിളിച്ചു. അവന്റെ തകർക്കപ്പെട്ട കരം ഇറങ്ങി അവളെ കാർന്ന് തിന്ന് മരണത്തിലേക്ക് അയക്കുവാനെന്ന പിശാസിന്റെ ക്യാൻസറുടെ കരം ജയശ്രീയിൽ നിന്ന് മാറിപ്പോയി. ക്ഷണത്തിൽ ശവിക്കാം. ഇന്ന് പോയി ചോദിക്കുക. മക്കളായി, മരുമക്കളായി, ചെറുമക്കളായി ചോദിക്കുക. പറയത്തില്ല. മരുമക്കൾ അറിഞ്ഞാൽ നാണക്കേടല്ലയോ? നിങ്ങളുടെ കോടലുണ്ട്. പറയത്തേയില്ല. ഇങ്ങനെയാണ് പല ആളുകളും. മനുഷ്യനോട് പിഴച്ചാൽ ദൈവം ക്ഷമിക്കും. ദൈവത്തോട് പിഴക്കരുതേ. നിന്റെ തലമുറ ഇത് കാണണം, ഭയപ്പെടണം ദൈവത്തെ. ആകയാൽ 12 തൂണുകളും നട്ടുവയ്ക്കുക. ജോഷുവ 4:20, ഉൽപ്പത്തി 18:19 ക്ഷയിച്ച് നമ്പുതുമ്പായ ഗിദിയോൻ ഉള്ളു തകർന്ന് നിലവിളിക്കുന്നു. ഞങ്ങളോട് ഞങ്ങളുടെ പിതാക്കന്മാർ അറിയിച്ചിട്ടുള്ള അവന്റെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഒക്കെയും ഇന്ന് എവിടെ? അതിൻ്റെ അർത്ഥം അപ്പൻ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ ശാപ്പാട് കൊടുക്കത്തില്ല. എന്നെ രക്ഷിച്ച ഒരു ദൈവമുണ്ട് മക്കളെ. മക്കളില്ലാതിരുന്നപ്പോൾ മലടനെന്ന് നിന്ദിച്ചപ്പോൾ എനിക്കൊരു മോളെയും തന്ന ഒരു ദൈവമുണ്ട് മക്കളെ. കടം കൂടി ആത്മഹത്യക്ക് ഒരുങ്ങി വീട് വിട്ട് കാറ് വിറ്റ് പിശക്കാരന നടുത്തരവിൽ കിടന്നപ്പോൾ വീടുകളും തന്ന് കാറുകളും തന്ന് മക്കൾക്ക് ഭാവിയും തന്ന ഒരു ദൈവം ഉണ്ട് മക്കളെ എന്ന് അടുത്ത തലമുറയ്ക്ക് സത്യം കൈമാറുക. അതാണ് അനുഗ്രഹം. ഇന്ന് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി, മക്കളില്ലാത്ത ആളുകളും വിശ്വാസത്തോട് ഒന്ന് എഴുന്നേൽക്കുക. ഈ പ്രാർത്ഥന വേണമെന്നുള്ളവർ, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ തലമുറ യേശുവിനെ അറിയണം, സേവിക്കണം. അങ്ങനെയുള്ള ആളുകൾ മാത്രം കണ്ണുകൾ തുറക്കരുത്. അവർ എഴുന്നേറ്റോ ഇവർ എഴുന്നേറ്റോ, സ്വർഗം തുറക്കപ്പെടണം, സ്വർഗം തുറക്കപ്പെടണം, സ്വർഗം തുറക്കപ്പെടണം, സ്വർഗം തുറക്കപ്പെടണം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾക്കല്ല യഹോവേ, അങ്ങയുടെ നാമമഹത്വത്തിനായി, അങ്ങയുടെ വചനത്തിനായി, അങ്ങയുടെ ശുശ്രൂഷയ്ക്കായി ഇവിടെ തലമുറ തൊടപ്പെടട്ടെ. കൈകൾ ഉയർത്തി കൈകളെ തട്ടി ശക്തിയോടെ 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 ബലമായി 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 തലമുറകളെ തൊടുന്ന്. തലമുറകളില്ലാതെ വീങ്ങിപ്പൊട്ടുന്ന 3 സഹോദരിമാരുടെ വയറിനെയും കർത്താവ് തൊടുന്നു. ബ്ലെസ്സിംഗ് ഹാൻഡ്, ബ്ലെസ്സിംഗ് ഹാൻഡ്, ബ്ലെസ്സിംഗ് ഹാൻഡ്.
blessing hand, അനുഗ്രഹിക്കുന്ന ദിവ്യകരം. പാരിടമാം പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻതണലിൽ. പാരിടമാം പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻതണലിൽ. മരണദിനോ വരുമളവിൽ, മരണദിനോ വരുമളവിൽ മറഞ്ഞിടും ഞാൻ നിന്മാർവിടത്തിൽ. മറഞ്ഞിടും ഞാൻ നിന്മാർവിടത്തിൽ. അനുഗ്രഹത്തി ടി 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 ടി. അടുത്ത തലമുറയിൽ സ്വർഗത്തിലെ അഗ്നി, അടുത്ത തലമുറയിൽ സ്വർഗത്തിലെ അഗ്നി ഇറങ്ങുന്നു. 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 അടുത്ത തലമുറയിൽ ഓ ഓ പഴയ പാമ്പുകൾ, മന്ത്രവാദ കെട്ടുകൾ ഓ ഇവിടെ കുടുംബത്തെ വിട്ടു പോ, മാറിപ്പോ മാറിപ്പോ മാറിപ്പോ. അഗ്നിക്കോട്ട 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 അഗ്നിക്കോട്ട. നന്ദി 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 നന്ദി. തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീയും. ഓം തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീയോ. തള്ളിടുമോ തള്ളിടുമോ ഏഴയെന്നെ. തീരുമോനെ സ്നേഹമെന്നിൽ, തീരുമോനെ സ്നേഹമെന്നിൽ. ആമേൻ. അനുഗ്രഹത്തി ആദിപതിയേ ആനന്ദ കൃപ പേരും നാടിയേ. പ്ലീസ് ബി സീറ്റഡ്. എല്ലാവർക്കും ഇരിക്കാം. അഞ്ചാമത് ഉൽപ്പത്തി 4:10-11 നിഷ്കളങ്കന് പീഡിപ്പിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഇത് നിസ്സാര വചനമല്ല. എവിടെ കോവിഡ് ഇല്ലെങ്കിലും ഇവിടെ കോവിഡുണ്ട് കേരളത്തിൽ. എവിടെ ഒരു മാരകമായ രോഗമില്ലെങ്കിലും കേരളത്തിൽ വിടത്തില്ല. ആ രോഗം, ഈ രോഗം, പക്ഷിപ്പണി, കഷിപ്പണി. 100 കോവിഡ് രോഗിയിൽ 87 എണ്ണം കേരളത്തിലാണ്. കാരണം വളരെ സിമ്പിൾ. നിഷ്കളങ്കന്മാരെ പീഡിപ്പിച്ച ആളുകൾ ഇവിടെ ജാസ്തിയാണ് ഇൻ കേരള. നിഷ്കളങ്കനെ പീഡിപ്പിച്ച് അവൻ്റെ രക്തം ചൊരിഞ്ഞിട്ട് നീ മന്ത്രിയായി വിലസിയാലും ദൈവം എന്നെ വിടത്തില്ല. ഉൽപ്പത്തി 4:10-11 സ്വന്തം ഉടമ്പുറപ്പ് കൊണ്ടുപോയി അയൽപ്രദേശത്തിൽ കൊണ്ടുപോയി കയർത്ത് കൊന്ന്. That righteous man, his younger brother Abel, the Bible says he is dead. He's dead, but his blood is screaming. നീതിമാൻ നിഷ്കളങ്കന്റെ ആബേലിന്റെ രക്തം സ്വർഗം നോക്കി നിലവിളിക്കുന്നു. ശാപം.
ശാപം. ഇത് ദൈവത്തിൻ്റെ ന്യായവിധി. ജഡ്ജിൻ്റെ ന്യായവിധി എന്ന് പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് വെർഡിക്റ്റ്. The passing resolution of a judge in a human court, worldly court, it is not judgment, it is verdict. அது விதி. தெய்வம் விதிச்சால் அது விதி அல்ல, நியாய விதி. ஆமென். ജഡ്ജിൻ്റെത് വിധി, എൻ്റെ ദൈവത്തിൻ്റെത് ന്യായവിധി. കാരണം ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ആവർത്തനം 1:17 ആ സത്യം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെത് വിധിയല്ല, ന്യായവിധി. കാരണം സങ്കീർത്തനക്കാരൻ എഴുതുന്നു, സങ്കീർത്തനം 7:11 ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. ആമേൻ, ആമേൻ. സങ്കീർത്തനം 89:14 നീതിയും ന്യായവും ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. ആകയാൽ കൈവൂക്കമുള്ളവൻ, ചങ്ങൂറ്റമുള്ളവൻ ബലഹീനനെ പീഡിപ്പിക്കരുത്. പ്രത്യേകിച്ചും ബൈബിളിൽ അങ്ങും ഇങ്ങും ജെരമ്യ പ്രവചനം 22:7 വചനത്തിൽ നീ ബലവാനാണോ, വിധവയെ പീഡിപ്പിക്കരുത്. അനാഥൻ, in English Bible it is recorded not orphan, he is fatherless. അവനെ പീഡിപ്പിക്കരുത്. അപ്പനില്ലാത്ത കുഞ്ഞുങ്ങളെ നീ പീഡിപ്പിക്കരുത്, ഒറ്റപ്പെടുത്തരുത്, പരിഹസിക്കരുത്. എൻ്റെ 11-ാം വയസ്സിൽ 7-ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ പിതാവ് മരിച്ചു. വാനം താഴെ ചവിട്ടി നിൽക്കുന്ന ഭൂമി, രണ്ടുമാണ് എൻ്റെ സമ്പത്ത്. PUCക്ക് ജോയിൻ ചെയ്തപ്പോൾ ഒരു 50 രൂപ വേണം. ഞാൻ ആശ്രയം പ്രാപിച്ച വീട്ടിലുള്ള ആളുകൾ എന്നെ പടിയിറക്കി വിട്ട് 50 രൂപയ്ക്ക് വേണ്ടി തെണ്ടി 8 കിലോമീറ്റർ അങ്ങ് നടന്ന്, വീണ്ടും 8 കിലോമീറ്റർ ഇങ്ങ് നടന്ന് 50 രൂപയല്ല, 5 കാശ് ആരും തന്നില്ല. ഇന്ന് എൻ്റെ പിള്ളയുടെ സെയിം വയസ്സിൽ അവനെപ്പോലെ നമ്പർ 1 ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 50 കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നു, മിനിസ്ട്രി പഠിപ്പിക്കുന്നു. ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവം നിന്റെ കൈപ്പിള്ളയല്ല, ഇവൻ മേഘാരൂഢൻ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 3 കോൽ പൊക്കമുള്ള വിഗ്രഹമല്ല ഇവൻ കത്തുന്ന തീയാണ്. പിടികൊടുത്താൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, നീ കാൽ പതിക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടും. ആമേൻ, ഹല്ലേലൂയ. അവസാനം ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ജെരമ്യ 48:10 എഴുതേണ്ടവർ എഴുതിയെടുത്തുകൊള്ളുക, വരയ്ക്കേണ്ട ആളുകൾ വരച്ചുകൊള്ളുക. ഇത് ഒരു നാൾ നീ മറക്കരുത്. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോട് ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ആമേൻ. If you do or discharge the work of Father God in heaven half-heartedly, negligently, with slackness, you are cursed. ദൈവ വേല ഉദാസീനതയോട് നിന്റെ വേലയെ പോലെ ചെയ്താൽ നീ ശപിക്കപ്പെട്ടവൻ. ഇത് പ്രവർത്തിക്കുന്ന ആളുകൾക്കല്ലേ ഉള്ള ബ്രദർ. ഞാനൊരു സാധാരണ വിശ്വാസി, എൻ്റെ പുണ്ണു മാറാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു മീ. നോ, ഇറ്റ് ഈസ് ഫോർ യു. ഇത് നിനക്ക് വേണ്ടിയുള്ള വചനമാണ്. ഇവിടെ വെറും വിശ്വാസി എന്നുള്ള ഒരു വകുപ്പ് ക്രിസ്തീയ സമൂഹത്തിലില്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച സകലരും യേശുവിൻ്റെ ശിഷ്യനാണ്. നീ പ്രവർത്തകനാണ്. യോഹന്നാൻ 8:31 തങ്ങൾ
വിശ്വസിച്ച യഹൂദന്മാരോട് യേശു തന്നെ അരുളി ചെയ്യുന്നു, നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുന്നത് ഒരു വിശ്വാസിയായിട്ട് അല്ല, നിങ്ങളെ ഞാൻ എൻ്റെ ശിഷ്യനായി വിളിച്ചിരിക്കുന്നു. എൻ്റെ ശിഷ്യൻ തല പോയാലും എൻ്റെ വിശ്വാസത്തിൽ, വചനത്തിൽ, ഉപദേശത്തിൽ നിലനിൽക്കും. You are not mere a believer, you are a worker, you are a disciple. ഈ വേല ഞാൻ മാത്രമല്ല, 10 ഇവാഞ്ചലിസ്റ്റുമാർ മാത്രമല്ല, നിങ്ങളും ചെയ്യേണ്ടതാണ്. മയക്ക് കെട്ടി പ്രസംഗിക്കല്ല, ഇരിക്കുന്ന തൊഴിൽ പട്ടറയിൽ, ഇരിക്കുന്ന ഓഫീസിൽ ജീസസ് എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ ഡ്രൈവറെയും രാത്രി ഉണർത്തിക്കൊണ്ട് 10-70 കിലോമീറ്റർ സഞ്ചരിച്ച് ഇന്ന് സെൻട്രൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ പോയി ജീസസ് ജീസസ് എന്നുള്ള ഒറ്റ വാക്ക് പറയുവാൻ വേണ്ടിയാണ് ഞാൻ പോയത്. എനിക്ക് സന്തോഷം. ആമേൻ. ഇത് നിന്നെ കൊണ്ട് പറയുവാൻ എൻ്റെ നാക്കിന് ബലമുണ്ടോ? പോകുന്ന പോക്കിൽ, നടക്കുന്ന നടപ്പിൽ, നിന്റെ മുകളിൽ ഉള്ളവനോട്, നിന്റെ താഴെ ഉള്ളവനോട് യേശു എന്നുള്ള ഒരു വാക്ക് അവന്റെ ചെവിയിൽ നിനക്ക് മന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? അതിനു വേണ്ടിയാണ് കോവിഡിലും അതിജീവിച്ച് നിന്നെ ജീവനോട് ഈ പ്രഭാത ആരാധനയിൽ ദൈവം കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. യേശു ചിറങ്ങിനെ സൗഖ്യമാക്കും. യേശു ബണ്ടിലായി പണം തരും. അതുമാത്രമല്ല, യേശു മദ്യവാനിൽ വരും. The Bible says in the prophet Isaiah, he shall come back clothing the cloak of vengeance. പ്രതികാരം എന്നുള്ള മേലങ്കി ധരിച്ചവനായി വരും. വെറും ദയ, വെറും സ്നേഹം, വെറും രക്തച്ചൊരിച്ചൽ, വെറും അൻപ് അല്ല അല്ല. ഇത് കേട്ട് ധിക്കരിച്ചവന് പ്രതികാരം അവൻ തൻ്റെ മേലങ്കിയായി ഉടുത്തിക്കൊണ്ട് മദ്യപാനിൽ വരും. ട്രംബിൾ, ഭയപ്പെടണം. യേശുവിൻ്റെ നാമത്തിങ്കൽ നീ ഭയപ്പെടണം. ഉദാസീനതയോട് ഇത് കൈകാര്യം ചെയ്യുന്ന യവനും ശപിക്കപ്പെട്ടവൻ. കാരണം ഐസയാ 37:32, ഐസയാ 63:15 വചനത്തിൽ ദൈവം തീഷ്ണൻ. ആമേൻ. ദൈവം ഉറങ്ങുന്നവനല്ല. ആമേൻ. എൻ്റെ ദൈവം ഉറങ്ങുന്നവനല്ല. എൻ്റെ ദൈവം മറ്റാളുകളെ പീഡിപ്പിച്ചവനല്ല. എൻ്റെ ദൈവം തൻ്റെ രക്തം ചൊരിഞ്ഞവൻ നിനക്ക് വേണ്ടി. അവൻ തീഷ്ണൻ. God is jealous God in everything. Therefore you must be jealous. ആകയാൽ ജെറമ്യാ 48:10 നമ്മ പഠിപ്പിക്കുന്ന നീയും തീഷ്ണനായിരിക്കണം. ഉൽപ്പത്തി 18:19 തൻ്റെ അടുത്ത തലമുറയെ ദൈവഭയത്തിലും നീതിയിലും ന്യായത്തിലും വളർത്തിയെടുക്കുന്നതിൽ ദൈവത്തിൻ്റെ സ്നേഹിതൻ ആബ്രഹാം തീഷ്ണനായിരുന്നു. നമ്പർ 1. പഴയ നിയമഭാഗത്തിലെ മോശയും പുതിയ നിയമഭാഗത്തിലെ പൗലോസും. ഇഷ്ടംപോലെ ആളുകളുണ്ട്. ചുരുക്കമായി 2 വ്യക്തികളെ ഞാൻ ഉച്ചരിക്കുന്നേ ഉള്ളൂ. മോശ തീഷ്ണൻ, പൗലോസ് തീഷ്ണൻ. 7 കാര്യത്തിൽ പുറപ്പാട് പുസ്തകം 9:16 യഹോവ ദൈവം അരുളി ചെയ്യുന്നു, എൻ്റെ ശക്തി ഭൂമിയിൽ എല്ലായിടവും പ്രദർശിപ്പിക്കേണ്ടതിന് മോശേ തീഷ്ണൻ. ആമേൻ. അതേപോലെ റബ്ബർ സ്റ്റാമ്പ് പോലെ റെപ്ലിക്ക പോൾ. അപ്പോസ്തലർ 9:15 എൻ്റെ നാമം ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ, രാജാക്കന്മാരുടെ മുമ്പിൽ, ജാതികളുടെ മുമ്പിൽ, എല്ലാ ആളുകളുടെ മുമ്പിലും ചുമക്കേണ്ടതിന്
പൗലോസ് ദീഷ്ണൻ. ദൈവസന്നിധിയിൽ മോശെ കരഞ്ഞു വിലപിക്കുന്ന ഫർഗ്യൂതം 6 ലക്ഷം പുരുഷന്മാരുടെ കുടുംബവും കുഞ്ഞുങ്ങളും ദൈവം ക്ഷമിക്കണമേ. ഇറ്റ് ഡസ് നോട്ട് സ്റ്റോപ്പ് ദെയർ. അവിടെ നിൽക്കുന്നില്ല. അവൻ യുദ്ധം ചെയ്യുന്നു. മോശെ യുദ്ധം ചെയ്യുന്നു. അല്ലാതെ പക്ഷം, if you do not forgive them, അല്ലാതെ പക്ഷം നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മാറ്റിക്കളയണം. ദൈവസ്നേഹത്തിൽ കത്തി ജ്വലിക്കുന്ന മോശെ, എനിക്കങ്ങനെ ഒരു സ്വർഗം വേണ്ട. നീ എപ്പോഴെങ്കിലും ചിന്തിച്ചതുകൊണ്ടോ? നീ യേശുവിനെ അറിഞ്ഞ് നിന്റെ കിടക്കയിൽ കിടക്കുന്നവൻ നരകത്തിൽ പോകുന്നു. അങ്ങനെ ഒരു സ്വർഗം നിനക്ക് വേണോ? എവർ തോട്ട് ഓഫ് ഇറ്റ്? നിന്റെ കൂടെ ജോലി ചെയ്യുന്നവർ, നിന്റെ പാസ്റ്റർ, നിന്റെ ബിഷപ്പ്, അവിടെ ആത്മമോചനത്തെക്കുറിച്ച് നീ ചിന്തിക്കാറുണ്ടോ? മോശെ ചിന്തിച്ചു, എൻ്റെ ഉടമ്പിറപ്പുകൾ നരകത്തിൽ പോകുന്നു, എനിക്കൊരു സ്വർഗം വേണ്ട പിതാവേ. It appears to be a foolish prayer, but it shows he is burning over the perishing soul. നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള എരിവ്. நீர் எழுதின உம்முடைய புத்தகத்திலிருந்து என்னுடைய பேரை கிறுக்கி போடும். அதான பவுலோசும் பிரார்த்திச்சது. ரோமர் 9:3 യേശുവിനെ പോലെ എൻ്റെ ജനത്തിന് വേറുവിട്ട് അവർ അനുഗ്രഹിക്കപ്പെടുവാണെങ്കിൽ ഞാൻ ശപിക്കപ്പെടുവാനും ഒരുക്കമാണ്. എത്ര വലിയ മനസ്സ്! അവർ അനുഗ്രഹിക്കപ്പെട്ടാൽ എൻ്റെ ജനം, റോമർ 9:3, എൻ്റെ ജനം അനുഗ്രഹിക്കപ്പെടുവാണെങ്കിൽ ഞാൻ ശപിക്കപ്പെട്ടാലും എനിക്കൊരു പ്രശ്നവുമില്ല. കൊലോസ്യർ 1:24 പൗലോസ് എഴുതുന്ന ആ ജനത്തിന് വേണ്ടിയുള്ള കഷ്ടതയിൽ എനിക്ക് സന്തോഷം. ഇപ്പോൾ ആളുകൾ 10 രൂപ അങ്ങ് കിട്ടിയാൽ, ഓ ബ്രദർ സ്തോത്രം സ്തോത്രം. അന്ന് ഒരു 10 കിട്ടിയില്ലെങ്കിൽ മുഖം വെച്ച് പൂച്ചയെ പോലെ നടക്കും. നീ വചനം കേട്ടെന്ത് പ്രയോജനം? നിന്റെ കൺട്രോൾ ഈ ദൈവത്തിൻ്റെ കരത്തിൽ എന്ന് നീ മനസ്സിലാക്കണം. ആമേൻ. നീ ഇത് മനസ്സിലാക്കിയിട്ട് എഴുന്നേറ്റ് പോകാം. നിന്റെ കൺട്രോൾ എൻ്റെ ദൈവത്തിൻ്റെ കരത്തിലാണ്. ഞാൻ കൈവിടുകയില്ല. കുലുങ്ങി പോകുവാൻ ദൈവം നിന്നെ വിടുകയില്ല. അതാണ് പൗലോസ് എഴുതുന്നത്. അവർ രക്ഷിക്കപ്പെടണം എന്നുള്ളത് എൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ച. ദാറ്റ് ഈസ് ജലസ് നേച്ചർ. തീഷ്ണൻ, ആത്മാക്കളെക്കുറിച്ച് തീഷ്ണത. റോമർ 10:1 40 നാൾ ശുശ്രൂഷ മറ്റൊരുത്തൻ്റെ കരത്തിൽ കൊടുത്ത് 40 നാൾ തീർന്നു. ശുശ്രൂഷ ചെയ്തത് അഹരോൻ. ഓൺലി 40 days, 39 days. അത് ഒരു ദിവസത്തിന് മുമ്പ് ഇദ്ദേഹം ഇറങ്ങി വന്ന് ബൈബിൾ അതിനെക്കുറിച്ച് നമ്മ പഠിപ്പിക്കുന്ന പുറപ്പാട് 32:25 God's chief priest Aaron let the people go out of control. പിടിച്ച് കെട്ടി ദൈവ ഉപദേശവും ആലോചനയും കേട്ട് ആ ഡയറക്ഷനിൽ കൂടി ജനത്തെ നയിക്കേണ്ട അഹരോൻ അവരെ കണ്ട് ഭയപ്പെട്ട് ജനത്തെ കെട്ടഴിച്ചു വിട്ട്. തീഷ്ണതയില്ലാത്ത പ്രസംഗിമാർ, തീഷ്ണതയില്ലാത്ത ആളുകൾ, ഒട്ടും ദൈവവേലയിൽ തീഷ്ണത ഇല്ലാത്ത വർക്കർമാർ, പ്രവർത്തകർ മോശെ കെട്ടി പോകേണ്ട റൂട്ടിൽ വിട്ട്. പൗലോസ് ചോദിക്കുന്നു റോമർ 15:29, 1 കൊരിന്ത്യർ 4:21, നമ്പർ 1, should I come to your church with the fullness of blessing? അനുഗ്രഹ സമ്പൂർത്തിയോട്, യേശു നൽകിയ അനുഗ്രഹ സമ്പൂർത്തിയോടോ, നമ്പർ 1, യേശുവിൻ്റെ സ്നേഹത്തോടോ, നമ്പർ 2, യേശുവിൻ്റെ സൗമ്യതയോടോ. നാലാമതൊരു ബോംബിടുന്നു പൗലോസ്. 1 കൊരിന്ത്യർ 4:21,
Should I come to your congregation with the rod of Christ of correction? Amen. മനസ്സിലായോ? നിങ്ങളുടെ സഭയിൽ അപ്പാ മോനെ രോഗം സൗഖ്യമാകു എണ്ണ തരാം പൂശി വിടാം അതിൽ വരട്ടോ? നിങ്ങളെ തിരുത്തി സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകുന്ന തിരുത്തലിന്റെ വടിയുമായി സഭയിൽ വരട്ടോ? കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. Should I come with the rod of correction? അണ്ടർലൈൻ ചെയ്യണം. 1 കൊരിന്ത്യർ 4:21 അതാണ് ദൈവവേലയിൽ ധീഷ്ണൻ. ആമേൻ. Love you, Jesus. I love you, Jesus. I love you, Jesus from my heart. Love you, Jesus. I love you, Jesus. I love you, Jesus from my heart. Love you, Jesus. I love you, Jesus. I love you, Jesus from my heart. Love you, Jesus. I love you, Jesus. I love you, Jesus from my heart. Love you, Jesus. I love you, Jesus. I love you, Jesus from my heart. Thank you, Jesus. I thank you, Jesus. I thank you, Jesus from my heart. Thank you. കൈകൾ ഉയർത്തി, കൈകൾ തട്ടി. I kiss you, Jesus. I kiss you, Jesus. I kiss you, Jesus from my heart. Thank you, Jesus. Rabala jana shala, ragala jana shala dana ra, ragala jana shala, radana shala dana, radana shala dana gara, ragala dana ti. അഭിഷേക ടീ. അപ്പോസ്തലർ 18:24. There is another gentleman by name Apollos. അപ്പൊല്ലോസ് സാമർഥ്യമുള്ളവൻ in scripture and preaching. അപ്പൊല്ലോസ് വചനത്തിൽ സാമർഥ്യമുള്ളവൻ, ധീഷ്ണൻ. ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതിൽ ധീഷ്ണൻ. ഒരു താലന്തുമില്ലാതെ ആരെയും ദൈവം ഇവിടെ ജനിപ്പിച്ചിട്ട് ഇല്ല കേട്ടോ. പ്രത്യേകിച്ചും ഈ പ്രഭാത ആരാധനയിൽ മടിച്ച് ഉറങ്ങുന്ന ആളുകൾ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നവൻ ഉറങ്ങുന്നവനെ ഒഴിച്ച്. സൂര്യൻ വിടിഞ്ഞിട്ടും കിടന്ന് ഉറങ്ങുന്നവനെ ഒഴിച്ച്. ഇവൻ ധീഷ്ണൻ. Mighty in preaching, mighty in scripture. എന്തെങ്കിലും ഒരു താലന്ത് നിന്റെ ഉള്ളിൽ ഒഴിച്ചു കിടപ്പുണ്ട്. യേശുവിൻ്റെ നാമ മഹത്വത്തിനായി ഫൈൻഡ് ഔട്ട്. എബാബ്രോദിത്തോസ്, മൈറ്റി മാൻ. ആരും ഇത് പറയാറില്ല ഇദ്ദേഹത്തെക്കുറിച്ച്. പക്ഷെ പൗലോസ് പറയുന്നു, അവനെക്കുറിച്ച് ഒരു തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്നാണ് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്. എബോപ്രോത്തിസ്. കൊലോസ്യർ 4:12 കൊലോസ്യ സഭയെ നിങ്ങൾ ക്രിസ്തുവിൽ തികഞ്ഞവർ ആകേണ്ടതിന്
പ്രാർത്ഥനയിൽ രാപ്പകൽ പോരാടുന്ന എപാഫ്രൊദിത്തോസ്. ആമേൻ. ദീഷ്ണൻ ക്രിസ്തുവിൽ തികഞ്ഞവരാകേണ്ടതിനും ദൈവഹിതം സംബന്ധിച്ച് നിങ്ങളിൽ പൂർണ്ണ നിശ്ചയം വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ സരട് വടി എൻ്റെ ഉള്ളിനെ അടിക്കുന്നു. വന്ന് നന്മ എടുത്തിട്ട് പിന്നെ വിഗ്രഹമും മന്ത്രവാദമും അണ്ണനും മംഗളും ഇതിൻ്റെ പുറകെ പോയാൽ നിൻ്റെ അന്ത്യം എവിടെയായി നിൽക്കും? ഞാനൊന്നും തന്നില്ല എങ്കിലും എൻ്റെ ദൈവം എനിക്ക് മതി. തരാതിരിക്കുമോ? അങ്ങനെ അനീതിയുള്ള ദൈവമാണോ? ആമേൻ. ഇവിടെ ഒരു യുവാവ് ഇവിടെ വരും, MBBS ഡോക്ടർ. വ്യാഴാഴ്ച ആരാധനയിൽ വന്ന് ആദ്യ കസേരയിലിരിക്കും. ഞായറാഴ്ച കറക്റ്റ് ടൈമിൽ ഇവിടെ എത്തും. ഇന്നലെ സുപ്രീം കോർട്ട് വിളിച്ച് MS ഡോക്ടർ അഡ്മിഷൻ കൊടുത്തിരിക്കുന്നു. സുപ്രീം കോർട്ട് വിളിച്ച് MS ഡോക്ടർ 5 കാശില്ല, 5 കാശിൻ്റെ ചിലവില്ലാതെ പ്രാർത്ഥനയുടെ ശക്തി. നീ പറയുന്നത് കേട്ടാൽ മതി, അനുഗ്രഹിക്കപ്പെടും. ഇപ്പൊ തോക്കിൽ കയറി വെടിവെക്കുന്ന ആളുകളാണ് ഇവിടെ അധികം. കേട്ടാൽ മതി. NH റോഡിൽ അപകടത്തിൽപ്പെട്ട് ക്രിസ്മസിന് വെട്ടിപ്പൊതിഞ്ഞ ഇറച്ചിയെപ്പോലെ മെഡിക്കൽ കോളേജിൽ കൊണ്ടിട്ട് അവൻ്റെ ശരീരത്തിലൊരു കർച്ചീപ്പില്ല, അടുത്ത് കിടന്ന സ്ത്രീയുടെ പാവാടയുടെ കഷ്ണം മുറിച്ച് ഇവൻ്റെ നഗ്നത മറച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അവൻ തുള്ളി എഴുന്നേറ്റ്. ഇവിടെ കുറച്ച് നാൾ കൈയും വീശി ഇങ്ങനെ നടന്ന് കൈയും വീശി. ഇപ്പം പേയുടെ കയ്യിലാണ്. ഇത് ഒന്നും ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. വിട്ടുപോയാൽ വീണ്ടും പറയുന്നേ, പിടിച്ച് നിന്നാൽ വിണ്ണിൽ സ്ഥലമുണ്ട്. വിട്ടുപോയാൽ മണ്ണ് പോലും നിന്നെ ഏറ്റുകൊള്ളുകയില്ല. ആമേൻ. തീഷ്ണത ഉള്ളവരായിരിപ്പിൻ. ദൈവം തീഷ്ണൻ, അപ്പൊല്ലോസ് തീഷ്ണൻ, ആബ്രഹാം തീഷ്ണൻ, മോശെ തീഷ്ണൻ, പൗലോസ് തീഷ്ണൻ. അവരൊക്കെ ഇങ്ങനെ വാനത്തിൽ നിന്ന് ചാടിയവരല്ല. എന്നെപ്പോലെ സമസ്വഭാവി. ദാവീദ് ആട്ടിടയൻ തീഷ്ണൻ. പട്ടാളം മാർച്ചിന്റെ ലെഫ്റ്റ് റൈറ്റ് അടിക്കും മുമ്പ് അപ്പൻ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത പണി അത്രയും അവൻ തീർത്ത് അപ്പന്റെ അടുക്കൽ വന്ന് റിപ്പോർട്ട് നൽകി. തീഷ്ണൻ. എപ്പാഫ്രോദിത്തോസ് തീഷ്ണൻ സഭയ്ക്ക് വേണ്ടി. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2:27, ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2:30 വചനത്തിൽ എപ്പാഫ്രോദിത്തോസിനെ കുറിച്ച് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പ്രാണന പോലും കരുതാതെ, ആമേൻ, തൻ്റെ ജീവനെ പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളം ആയവൻ ഉള്ളത്. എൻ്റെ വയസ്സിനും എൻ്റെ ഉള്ളിലുള്ള രോഗത്തിനും നിങ്ങൾ കണക്കെടുത്താൽ ഇങ്ങനെ രാവിലെ വന്ന് നിൽക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. കറക്റ്റാ 2:30 മണിക്ക് അലാറം വെച്ചിട്ട് കിടന്ന് ഓരോ അരമണിക്കൂറും ഉണരും. 2:30 ആയോ, അലാറം അടിച്ചോ, 2:30 ആയോ. ഞാൻ തീഷ്ണൻ എന്ന് പറയുന്നില്ല. നോ, ഐ ആം എ ഫൂൾ. ഞാനൊരു മൂഢൻ. സഹോദരങ്ങളെ, നിങ്ങൾ തീഷ്ണരാകണം. ദൈവം തീഷ്ണൻ, നിങ്ങളും തീഷ്ണനാകണം. സ്റ്റീഫാനോസിൻ്റെ തലമണ്ടകോടിൽ കല്ല് എറിഞ്ഞ് അവനെ പാളയത്തിൻ്റെ പുറത്താക്കി കല്ലെറിഞ്ഞ്. അപ്പോഴും അവൻ കണ്ടത് യേശുവിൻ്റെ പൊന്മുഖം. ഇറ്റ് ഈസ് ഇൻ ദ ബൈബിൾ. അപ്പോസ്തലർ 7-ാം അധ്യായം അവസാന വചനത്തിൽ യേശുവിൻ്റെ പൊന്മുഖം. പഴയ നിയമഭാഗത്തിൽ
சங்கியா 25 10 முதல் 13 வசனங்களில் மகாபுரோகிடன் அகரோன்ற மகன் எலியாசர், எலியாசருட மகன் பினகாஸ் தீஷ்ணன் என்று யெகோவா தெய்வம் தந்த நாவெடுத்து சாட்சி പറയുന്ന he is jealous. பினகாஸ் இஸ்ராயேல் ஜனம் மோவாபிய സ്ത്രീകളോട് ക്ഷയിച്ച് മോവാബിയ മനുഷ്യരോട് ഭക്ഷിച്ച് മോവാബിയ വിഗ്രഹത്തെ പൂജിച്ച് ദൈവത്തിൻ്റെ ക്രോധം ഇറങ്ങി 1 split second 24,000 ആളുകൾ ചത്ത്. The news came to know Phinehas. ഫിനഹാസിന് ഉറക്കമില്ല. അവൻ്റെ തീഷ്ണത സംഖ്യ 25:10 വചനത്തിൽ അവൻ്റെ തീഷ്ണത ഒരു ഭാഗം ആത്മാക്കളുടെ മേൽ നശിച്ച് ചാകുന്ന കൂട്ടത്തിന്മേൽ ഫിനഹാസ് എന്നുള്ള ഓർക്കരുടെ തീഷ്ണത, മറുഭാഗത്തിൽ നീതിമാനായ ദൈവത്തിൻ്റെ തീഷ്ണത, ദൈവക്രോധം ഇറങ്ങി. ഇവൻ നടുവിൽ ഇടയ്ക്ക് നിന്ന് മതി പിതാവേ, യഹോവ ദൈവം അരുളി ചെയ്യുന്ന അവൻ്റെ തീഷ്ണതയുടെ മുമ്പിൽ എൻ്റെ ക്രോധ തീഷ്ണത വിലകിപ്പോയി. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ ദൈവവേലയിൽ തീഷ്ണത ഉള്ളവരായിരിപ്പിൻ, വചനക്കുറിച്ച് തീഷ്ണത ഉള്ളവരായിരിപ്പിൻ. ഇന്ന് രാഷ്ട്രത്തിലല്ല രാഷ്ട്രീയത്തിലാണ്. മനസ്സിലായോ? ആളുകളുടെ ചൂട് രാഷ്ട്രം അല്ല, രാഷ്ട്രീയം. ആളുകളുടെ ചൂട് സംസ്ഥാനത്തല്ല, ഭാഷയിൽ. പാർട്ടിയിൽ തീഷ്ണത, സ്പോർട്സിൽ തീഷ്ണത, 10 പൈസ അള്ളി വാരുന്നതിൽ തീഷ്ണത, ജാതിയിൽ, മതത്തിൽ, കുടുംബത്തിൽ, ഗോത്രത്തിൽ തീഷ്ണത. ദൈവം ആഗ്രഹിക്കുന്നു നീ ദൈവത്തിൽ തീഷ്ണത ഉള്ളവനായിരിക്കുക. ഭർത്താവ് മരിച്ചു, മുമ്പിൽ നിൽക്കുന്നത് അമ്മാവി, അവളുടെ ഭർത്താവ് മരിച്ചു, ഒന്നുമില്ല. അപ്പോഴും റൂത്തിൻ്റെ സാക്ഷ്യം, റൂത്ത് 1:16, അമ്മാവി, അമ്മേ, നിന്റെ ദൈവം എൻ്റെ ദൈവം. ആമേൻ, ഹല്ലേലൂയ. ഈ തീഷ്ണത എവിടെ നിന്ന് കിട്ടി? യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിനും 1000 ആണ്ടുകൾക്ക് മുമ്പ്. ഐസയ 59:17, രക്ഷ അവൻ്റെ തലക്കോരിക, ഹെൽമെറ്റ്. രക്ഷ അവൻ്റെ ഹെൽമെറ്റ്, നീതി അവൻ്റെ കവചം. പ്രതികാരം, സുവിശേഷം അനുസരിക്കാത്തവനെ പരിഹസിച്ചവന് അവന് വച്ചിരിക്കുന്ന പ്രതികാരം അവൻ്റെ മേലങ്കി. തീഷ്ണത, പ്രതികാരം അവൻ ഇട്ടിരിക്കുന്ന വസ്ത്രം, തീഷ്ണത അവൻ്റെ വസ്ത്രം. യേശുവിനെ കുറിച്ചാണ് ഐസയ എഴുതുന്നത്. യേശു ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ പേര് തീഷ്ണത. അതാണ് റോമർ 13:14 പൗലോസ് എഴുതുന്നു, ആ യേശുവിനെ തന്നെ നീയും ധരിക്കണം. ആമേൻ. യേശു ഇട്ടിരിക്കുന്ന വസ്ത്രം, മേലങ്കിയുടെ പേര് ജലസ്, ജലസ് ഗാർമെന്റ്, ജലസ്, തീഷ്ണത. ആകയാൽ റോമ സഭയെ 13:14 ആ തീഷ്ണത, യേശു എന്നുള്ള തീഷ്ണത നീയും ധരിച്ചുകൊള്ളുക. യേശുവിൻ്റെ തീഷ്ണത അറിയാമോ? നിങ്ങൾക്ക് അറിയാമോ? മർക്കോസ് 1:28, യേശുവിനെ കുറിച്ചുള്ള കീർത്തി ദേശം ഒക്കെയും പരന്നു. അവിടെ ആളുകൾ, പട്ടണം ഇളകി. 33, മർക്കോസ് 1:33, ശ്രുതി പരന്ന് പട്ടണങ്ങളിൽ ഉള്ള ആളുകൾ ഇളകി യേശു ഉണ്ടായിരുന്ന ഭവനത്തിൻ്റെ വാതിൽ വരെ നിറഞ്ഞു വന്ന്. ഹല്ലേലൂയ.
3 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ശ്രുതി അറിഞ്ഞവർ ഇളകി ഓവർ ക്രൗഡായി ലൂക്കോസ് 8:43 വചനത്തിൽ അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് they pressed Jesus. ജനപ്രവാഹം കൂടി വന്ന് യേശുവിനെ തിക്കുകയായിരുന്നു. ലൂക്കോസ് 1:28, ലൂക്കോസ് 1:33, ലൂക്കോസ് 8:43. ഇതെല്ലാം അവഗണിച്ചിട്ട് യേശു പ്രാർത്ഥിക്കാൻ പുറപ്പെടുമ്പോൾ ഇതേ ജനസമൂഹം വന്ന് തടുത്തിട്ട് പറഞ്ഞ് അങ്ങ് പോകരുതേ. അപ്പം യേശു പോയി. ഉടനെ യേശുവിനെ കാണാതിരുന്നപ്പോൾ യോഹന്നാന്റെയും പത്രോസിന്റെയും അടുക്കൽ വന്ന് മർക്കോസ് 1:37 യേശു എവിടെ എന്ന് അന്വേഷിച്ചു. 6 ഇത്ര കീർത്തിയിൽ ജനപ്രവാഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന യേശുവിന് വേറൊരു കൂട്ടം ആളുകൾ വന്നു പറഞ്ഞു. യോഹന്നാൻ 6:15 ഇനി താങ്കൾ തന്നെയാണ് ഞങ്ങളുടെ രാജാ. ഇങ്ങനെ ശോഭിച്ച് നിൽക്കുമ്പോൾ നിങ്ങളും ഞാനും എന്ത് ചെയ്യും? ഇനി പ്രാർത്ഥന ഇല്ലെങ്കിലും കാര്യം നടക്കും, കിടന്നു ഉറങ്ങും. ഇതെല്ലാം കർത്താവ് വകവയ്ക്കാതെ യേശു ബൈബിൾ നമ്മൾ പഠിപ്പിക്കുന്ന ലൂക്കോസ് 6:12 അവൻ പർവ്വതത്തിൻ്റെ ഉച്ചിയിൽ കടന്നുപോയി രാത്രി മുഴുവൻ പിതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഇതിൻ്റെ പേരാണ് തീഷ്ണത. ആമേൻ. ഇനി മറുഭാഗത്തിൽ ഒരു ഡൗൺ, താഴ്ച, പ്രതികൂലം, നിന്ദ, പരിഹാസം, പെട്ടെന്ന് എതിർപ്പ്. യേശുവിൻ്റെ മുമ്പിൽ നടന്ന് വഴി ഒരുക്കുവാൻ വന്ന് മത്തായി 14:10 സ്നാപക യോഹന്നാന്റെ അവസ്ഥ. ഹെരോദ് രാജാ സ്നാപക യോഹന്നാനെ 2 മുറിച്ച് തലയെ ഒരു വേശ്യയുടെ കയ്യിൽ കൊടുത്ത് ഉടലിന് കർത്താവിൻ്റെ പൊന്ന് ശിഷ്യന്മാരുടെ കരത്തിൽ കൊടുത്ത് ആ ശരീരം മറവ് ചെയ്തിട്ട് ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വാർത്തയുമായി വന്ന് യേശു ശ്രദ്ധിച്ചേയില്ല. നീയും ഞാനുമാണെങ്കിൽ ഒരു റീത്തൊക്കെ വാങ്ങി പിന്നെ അന്ന് മതി അവിടെ പോയിരുന്ന് ജൽപ്പനമടിക്കുവാൻ. യേശു മൈൻഡേ ചെയ്തല്ല. യേശു രോഗികളുടെ നടുവിൽ പോയി എല്ലാവരെയും സൗഖ്യമാക്കി, സകലരെയും സൗഖ്യമാക്കി. ആ കാര്യം കഴിഞ്ഞ ഉടനെ ഇരുട്ടാൻ തുടങ്ങി. മത്തായി സുവിശേഷം 14:23 അവൻ പർവ്വതത്തിൻ്റെ ഉച്ചിയിൽ കടന്നുപോയി രാത്രി മുഴുവൻ പിതാവിനോട് പ്രാർത്ഥനയിൽ ചെലവാക്കി. ഉയർച്ചയിലും താഴ്ചയിലും ഒരുപോലെ അയച്ചവനോടുള്ള ബന്ധം, അതാണ് തീഷ്ണത. യേശു കർത്താവ് അരുളി ചെയ്യുന്ന യോഹന്നാൻ 4:34 എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. നീ ശപിക്കപ്പെട്ടവളാണോ? നീ നഷ്ടപ്പെട്ടവളാണോ? നീ ബലമില്ലാത്ത ആളാണോ? ക്രൂസിൽ കിടക്കുന്ന യേശുവിനെ ഒന്ന് ദർശിക്കുക. മുഖത്ത് തുപ്പി, താടി പറിച്ചെടുത്ത്, അങ്കി വലിച്ചു ഊരി ചീട്ടിട്ടെടുത്ത് എത്രയോ 1000 പുരുഷന്മാർ സൗഖ്യം പ്രാപിച്ച് അവസാനം ക്രൂസിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത് 3 സ്ത്രീകൾ മാത്രം. എല്ലാവരും കൈയൊഴിഞ്ഞ് ഇവൻ ഏകനായി ഒറ്റയ്ക്ക് നിൽക്കുന്ന. ഇനി ഒറ്റ കാര്യം ചെയ്യുവാനുണ്ട്. അന്ന് കുരുത്തു വന്ന മുള്ള് മനുഷ്യൻ്റെ അനുസരണക്കേട് നിമിത്തം, മനുഷ്യ ആദാമേ നിൻ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. ദൈവം വിധിച്ച സെക്കൻഡിൽ മുള്ളു മുളച്ചു. ബൈബിൾ വായിക്കണം.
മുള്ളു ദൈവം സൃഷ്ടിച്ചതേ അല്ല. മനുഷ്യന്റെ അതിക്രമം കൊണ്ട് ശാപത്തിന്റെ റിസൾട്ടാണ് മുള്ള്. നീ ശപിക്കപ്പെട്ടിരിക്കുമെന്ന് ദൈവം വിധിച്ച സെക്കൻഡിൽ അടുത്ത വചനത്തിൽ ഭൂമിയിൽ നിന്ന് മുള്ളും മുളച്ചു വന്ന്. ഈ മുള്ള് ആർ വഹിക്കും? ഇനി ഒരേ ഒരു കാര്യം ബാക്കിയുണ്ട്. റോമ പട്ടാളം വന്ന് ആ മുള്ള് എടുത്ത് ഗ്രീഡമായി മെടഞ്ഞ് യോഹന്നാൻ 19:2 യേശുവിൻ്റെ തലയിൽ വെച്ചു. ഇനി നീ ചുമക്കരുത് ശാപം. അവൻ ചുമന്ന് ശാപത്തിൻ്റെ അടയാളമാം ഗ്രീഡമായി മെടഞ്ഞ് റോമപ്പട്ടാളം യേശുവിൻ്റെ തലയിൽ വെച്ചു. മകനെ, മകളെ, നിന്റെ ശാപം ഞാൻ ചുമന്ന് ഞാൻ നിന്റെ ഉള്ളിൽ വസിക്കുവാൻ നിന്റെ ഹൃദയം എനിക്ക് ഒരുക്കി തരുമോ? ഒറ്റ കണ്ടീഷൻ ഇതേ ഉള്ളു, നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നമുക്ക് എഴുന്നേൽക്കാം. കൈകൾ ഉയർത്തി കൈകളെ തട്ടി ശക്തിയോടെ ബലമായി യേശുവേ നിലവിളിച്ചാട്ടെ. വാ തുറന്ന് ക്രിസ്തു എനിക്ക് വേണ്ടി ശാപമായി തീർന്ന് പറയുക. വാ തുറന്ന് ദൈവ പൈതലേ പറയുക, ക്രിസ്തു എനിക്ക് വേണ്ടി ശാപമായി തീർന്ന്, ക്രിസ്തു ഇല്ലാത്ത ഒരു ജീവിതം എനിക്ക് വേണ്ട. എല്ലാവരും ശക്തിയോടെ ശബ്ദമുയർത്തി പോരാ. പട്ടണം കുലുങ്ങണം. നിന്റെ പ്രാർത്ഥനയിൽ പട്ടണം കുലുങ്ങണം. ആമേൻ, 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 ആമേൻ. അഗ്നി മഴ ഏറ്റുപറയുക. ഇനി എങ്ങോട്ടും ഞാനില്ല കർത്താവേ, അങ്ങോട്ടും ഞാൻ വരുന്നു. ഇനി എങ്ങോട്ടും ഞാനില്ല. ഇനി യേശു മതി. ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവ പൈതലേ, നിന്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. യേശു മതി. ഇവനെ വിട്ട് ഞാൻ ഓടുകയേ ഇല്ല. ആമേൻ, 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 ആമേൻ. അഗ്നി മഴ വ്യാപരിക്കുന്നു. വാ തുറന്ന് ശക്തിയോടെ ഹീലിംഗ് പവർ വ്യാപരിക്കുന്നു. സൗഖ്യം നൽകുന്ന ദിവ്യ ശക്തി ഓരോ വ്യക്തികളിലും ആമേൻ, ആമേൻ, ആമേൻ. ഇപ്പോഴും ഇത്ര വചനം കേട്ടിട്ടും ജന്മദിനം, മാരേജ് ആനിവേഴ്സറി, കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ എന്ന് വിഗ്രഹങ്ങളുടെ സ്ഥലം സന്ദർശിച്ചു നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്ന അനേക ആളുകൾ ഈ കൊച്ചുകൂട്ടത്തിലുണ്ട്. ഇപ്പോഴും നിന്റെ ശാപത്തിൻ്റെ കാരണം നീയാണ്. നിമിത്തം നിന്റെ കുടുംബം ശപിക്കപ്പെട്ടിരിക്കുന്നു. വിട്ടുവാ. ദൈവത്തിങ്കൽ വിട്ടുവാ.
ജീസസ് എന്ന് പറയുവാൻ ലജ്ജിക്കുന്ന നീ വിട്ടുവാ. ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുവാൻ ലജ്ജിക്കുന്ന നീ വിട്ടുവാ. 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 കരയുക, നിലവിളിക്കുക, നിലവിളിക്കുക. യേശുവേ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ തലമുറ അനുഗ്രഹിക്കണം, എൻ്റെ സ്ഥാപനത്തെ അനുഗ്രഹിക്കണം, എൻ്റെ കൂട്ടുകാർ അനുഗ്രഹിക്കണം, ഞാൻ കാൽ പതിക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടണം. വാ തുറക്കണം, വാ തുറക്കണം, വാ തുറക്കണം, വാ തുറക്കണം. യേശുവേ എൻ്റെ ഉള്ളിൽ വരണമേ, എൻ്റെ ഉള്ളിൽ വരണമേ. Jump into his bosom. യേശുവിൻ്റെ മാറിടത്തിലേക്ക് ചായുക. അതാണ് അത്ഭുതം. യേശുവിൻ്റെ പൊന്നു മാറിലേക്ക് ചായുക. ദൈവ പൈതല് ടി 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 ടി. ചില യുവാക്കൾ പഠിക്കാൻ മനസ്സില്ല, ബുക്ക് തുറന്നാൽ ഉറക്കം, ചിന്തകൾ വേറെ വേറെ വേറെ. അങ്ങനെയുള്ള എൻ്റെ അനുജത്തിമാര് സ്വർഗത്തിലെ ദൈവം തൻ്റെ തിരുത്തലിൻ്റെ വടി കൊണ്ട് നേരെയാക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത കരം യുവാക്കളിൽ വ്യാപരിക്കുന്നു. മാറുപെട്ട ചിന്തനകളെ വളച്ചു പിടിച്ചു നിന്ന് ജീവിതം കർത്താവ് നേരെയാക്കുന്നു. കുടുംബ ജീവിതത്തിൽ സമാധാനം കെടുത്ത് തകർക്കുന്ന മദ്യം, മയക്കുമരുന്ന്, രാഷ്ട്രീയ കച്ചവടം യേശുനാമത്തിൽ വിട്ടുപോ, വിട്ടുപോ. സഭയ്ക്ക് നൽകുന്ന ദിവ്യ ശക്തി വ്യക്തികളിൽ വ്യാപരിക്കുന്നു. ഐ ഹീൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്. വിട്ടുമാറാ തലവേദന യേശു സഭയ്ക്ക് നൽകുന്നു. മരിക്കണമെന്നുള്ള മനസ്സിലെ ടെൻഡൻസി യേശു സഭയ്ക്ക് നൽകുന്നു. നാട് വിട്ടാൽ എന്നുള്ള ദുർചിന്ത യേശു സഭയ്ക്ക് നൽകുന്നു. കിട്ടിയ ജോലി എനിക്ക് നഷ്ടമാകുമോ ആവശ്യമില്ലാത്ത ഉൾഭയം യേശു മാറ്റി നൽകുന്നു. ഉള്ളിലെ എപ്പോഴും വ്യത്യസ്ത ചിന്ത, ഉൾഭയം യേശു തൊട്ട് സഭയ്ക്ക് നൽകുന്നു. മുളകളും കട്ടികളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അപ്രത്യക്ഷമാകുന്നു. മലടികണ്ണ് നിന്ദിക്കപ്പെട്ട 6 സഹോദരിമാരുടെ ഗർഭങ്ങളെ കർത്താവ് ഇപ്പോൾ തുടർന്ന് 6 പേരും ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നു. അഭിഷേകത്തി ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദോ. ഓ ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ ഓ ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദം. എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ, എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ വാഴും ഞാനൻ രക്ഷിതാൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ
ಓ ಏಟಮಾಡು ತಾಯಡನೆ ಕತ್ರೆ ಆನಂದ ಓ ಹಿನ್ನಲೇಕ ಇನ್ನು ಜ್ಞಾನನ್ ಪ್ರಿಯನ್ ನಾಡಿನೋ ഓ ഏറ്റമാട് താഴെ നീക്കത്ര ആനന്ദം എന്റെ പ്രിയനെ ഒന്ന് കാണുവാൻ എന്റെ പ്രിയനെ ഒന്ന് കാണുവാൻ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാൻ ഉയരത്തിലെ തീ റഗ്ഗാലദന്തനദബ ലഞ്ചന ശാലദന്തനദബ ഉള്ളിലെ അഗ്നി ഉള്ളിലെ അഗ്നി ദിവ്യാഗ്നി ദിവ്യാഗ്നി വിട്ടുമാറ് ഭരിക്കുന്ന പേ വിട്ടുമാറ് പിടിച്ചു വച്ചിരിക്കുന്ന മാന്ത്രികം വിട്ടുമാറ് ബുദ്ധിച്ച ചിന്ത വിഗ്രഹ ആത്മാവ് വിട്ടുമാറ് പ്രകാശം ഉദിക്കട്ടെ യേശു എന്നുള്ള പ്രകാശം വ്യക്തി ജീവിതങ്ങൾ ഉദിക്കട്ടെ 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 മഹത്വം കർത്താവിന് പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ക്രിസ്തു യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അഭിഷേകവും സദാകാലങ്ങളിലും നാം ഓരോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.
അഭിഷേക തീ ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദം. ഓ ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ ഓ ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദം. എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ, എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ വാഴും ഞാനൻ രക്ഷിതാൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദം. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദം. എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ, എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനൻ ഉയരത്തിലെ തീ. ഉള്ളിലെ അഗ്നി, ഉള്ളിലെ അഗ്നി, ദിവ്യ അഗ്നി, ദിവ്യ അഗ്നി വിട്ടുമാറ്. ഭരിക്കുന്ന പേ വിട്ടുമാറ്. പിടിച്ചു വച്ചിരിക്കുന്ന മാന്ത്രികം വിട്ടുമാറ്. ബന്ധിച്ച ചിന്ത വിഗ്രഹ ആത്മാവ് വിട്ടുമാറ്. പ്രകാശം ഉദിക്കട്ടെ. യേശു എന്നുള്ള പ്രകാശം വ്യക്തി ജീവിതങ്ങൾ ഉദിക്കട്ടെ, 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 ഉദിക്കട്ടെ. മഹത്വം കർത്താവിന്. അറിയാത്ത ദൈവമക്കൾ ശ്രദ്ധിക്കുക. ഇവിടെ കൂട്ടായ്മ വരുന്ന എല്ലാവർക്കും ഓരോ കോഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് കരസ്ഥമാക്കുവാൻ കൗണ്ടറിൽ ചെന്ന് ഫോം പൂരിപ്പിച്ച് കൊടുക്കണം. എന്നും ആരാധനകളുടെ അറിയിപ്പ്, വചനം, പ്രസംഗം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അത് ഇല്ലാത്ത ആളുകൾ ഇന്ന് തന്നെ ഫാറം വാങ്ങി പൂരിപ്പിച്ച് ചെയ്തിട്ട് വേണം പോകുവാൻ. 2-ാം ശനിയാഴ്ച പ്രഭാത ആരാധന ആരും ആരുടെ വീട്ടിലുള്ള ആളുകളും മുടക്കരുത്. വ്യത്യസ്ത അവസ്ഥകൾ, പ്രതികൂല ആഞ്ഞടി വരുമ്പോൾ എൻ്റെ ദൈവം നീ കുലുങ്ങിപ്പോകുവാൻ വിടത്തേയില്ല, വിടത്തേയില്ല. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ക്രിസ്തു യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അഭിഷേകവും സദാകാലങ്ങളിലും നാം ഓരോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. മിനിസ്ട്രി ഓഫ് ജീസസ് പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.